ഗുഡ് മോർണിംഗ് മക്കളെ. ഇതുവരെ ചെയ്യാത്ത രീതിയിലൊരു ക്വസ്റ്റ്യൻ സെയിം ആണ്, പക്ഷെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചിട്ടുള്ളതാണ്, ഇത് പഠിച്ചോണേ. P of x is a second degree polynomial with P of 1 is equal to 0, P of minus 2 is equal to 0. P of x എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പൊളിനോമിയൽ ആണ് പറഞ്ഞത്. സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ പവർ 2 വരുന്നത് ഒരു പൊളിനോമിയൽ ആണ്. പൊളിനോമിയൽ ഇവിടെ തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ ഒരു ക്ലൂ ഉണ്ട്. P of 1 എന്ന് പറഞ്ഞാൽ 0 ആണ്, P of minus 2 എന്ന് പറഞ്ഞാലും 0 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ഓഫ് P of x. അതെങ്ങനെ ഫാക്ടർ കണ്ടുപിടിക്കും? ഇത് തന്നിട്ടില്ല. പൊളിനോമിയൽ തരുമ്പോഴല്ലേ നമ്മൾ അതിന്റെ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്, അല്ലേ? ഇവിടെ തന്നിട്ടില്ല, പക്ഷെ ചെയ്യാം, നോക്കാം. ഇവിടെ എന്നാ പറഞ്ഞിട്ടുണ്ട്? P of 1 is equal to 0 എന്നും പറഞ്ഞിട്ടുണ്ട്, P of minus 2 is equal to 0 എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം 1 എന്ന് പറയുന്നത് ഇവരുടെ ഫാക്ടർ ആണ്, -2 എന്ന് പറയുന്നത് ഇവരുടെ ഫാക്ടർ ആണ്. മനസ്സിലായോ? സിമ്പിൾ ആണിത്, ഇത്രേ ഉള്ളൂ. നിങ്ങളിത് കാണുമ്പോൾ പേടിക്കുകയും ചെയ്യില്ല, പൊളിനോമിയൽ തരാൻ ഞങ്ങൾ അങ്ങനെ ഫാക്ടർ കണ്ടുപിടിക്കും. ഇത്രേ ഉള്ളൂ. P of 1 is ഇത് നോക്കണം. P of 1 is equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫാക്ടർ ആണെന്നാണ്. P of minus 2 0 എന്ന് പറഞ്ഞാൽ ഇതും ഇതിന്റെ ഫാക്ടർ ആണ്. അപ്പൊ നമുക്ക് എഴുതാം, ഇവിടുത്തെ ഫാക്ടർ ഏത് എഴുതാം? ഇവിടെ എന്നാ വരും? ഫാക്ടർ നമുക്ക് x-1 എന്ന് എഴുതാം. ഇത് -2 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ x+2. ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറൊരു പ്രോബ്ലത്തിൽ, ഇവിടെ പ്ലസ് ആണ്, അപ്പൊ നമ്മൾ ഫാക്ടർ എഴുതുമ്പോൾ -1 എന്ന് എഴുതണം. ഇവിടെ മൈനസ് ആണ്, അപ്പൊ എഴുതുമ്പോൾ x+2. അപ്പൊ നിങ്ങൾ എഴുതുക two factors of P of x is equal to ഏതൊക്കെയാണ്? x-1 and x+2. സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട്. അങ്ങനെയാണെങ്കിൽ ഈ പൊളിനോമിയൽ കണ്ടുപിടിക്കാൻ ഈ ഫാക്ടർ വെച്ചിട്ട് നമുക്ക് പൊളിനോമിയൽ കണ്ടുപിടിക്കാം. അങ്ങനെയാ നോക്കാവേ. നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡ് തന്നെയാണ്. നമ്മുടെ ഫാക്ടേഴ്സ് ഞാൻ എഴുതുവാണ്. ഏതൊക്കെയാണ്? x-1ഉം x+2 ആണ് നമ്മുടെ ഫാക്ടേഴ്സ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഓരോന്നിനെയും കൊണ്ടും ഈ ടേമിലുള്ള ഓരോരുത്തരും മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം നമുക്ക് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് കൊണ്ട് ആദ്യം ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? ഈ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഞാനത് വേണം സെപ്പറേറ്റ് ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ. എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, ഈ എക്സിനെ ആദ്യം x+2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ സൈൻ എന്നാ ഇവിടെ? മൈനസ്. പിന്നെ ഈ 1നെ, അതായത് -1നെയും x+2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നത്. മനസ്സിലായോ? ആദ്യം എക്സ് കൊണ്ട് ഈ ടേമിനെ മൊത്തം, പിന്നെ -1 കൊണ്ട് ഈ ടേമിനെ മൊത്തം. ഓക്കെ, ഇൻറ്റു ചെയ്യാമല്ലോ. ആദ്യം x ഇൻറ്റു എക്സ് x², പിന്നെ സൈൻ x ഇൻറ്റു 2 പ്ലസ് 2x. സൈൻ പ്ലസ് ഇവിടെ രണ്ടും അല്ലേ? ഓക്കെ, ഇനി തീർന്നു. ഇനി അടുത്ത ഭാഗം, -1 ഇൻറ്റു എക്സ് -1x. 1x എന്ന് എഴുതണോ? വെറും എക്സ് വേണേ 1x എന്ന് എഴുതിയേക്കാം. വെറും എക്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇതുണ്ടോ? ഇത് മൈനസ് ആയി, ഇത് പ്ലസ് ആയി. പ്ലസും മൈനസും ബ്രാക്കറ്റ് വന്നാൽ ഇൻറ്റു എന്നല്ലേ അർത്ഥം. പ്ലസ് മൈനസോട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്നാ വരും? മൈനസ്. കണ്ടോ? -1x. ഇനി ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 1 ഇൻറ്റു 2 2. ഇതുണ്ടോ? മൈനസ്, ഇത് പ്ലസ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആയി. ഒരുപോലുള്ളതിൽ എടുത്ത് എഴുതാം x². വേറെ x² ടേം ഇല്ലാതെ അതുപോലെ തന്നെ എഴുതി. ഇവിടെ നോക്കിയേ, എക്സ് ടേം രണ്ടെണ്ണം ഉണ്ട്, +2xഉം -1xഉം അല്ലേ? അപ്പം ഒരു പ്ലസ് ഒരു മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ മൈനസ് ചെയ്ത് 2ന്ന് 1 പോകെ 1x, വലുത് 2x ആയതുകൊണ്ട് സൈൻ പ്ലസ് 1x എന്ന് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇവിടെ വേറെ കോൺസ്റ്റന്റ് ആയിട്ട് വേറെ ഇല്ല, അതുപോലെ തന്നെ എഴുതുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. നമുക്ക് 1x എന്ന് എഴുതേണ്ട ആവശ്യമില്ല, എഴുതിയെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മുടെ P of x ഇങ്ങ് എഴുതുക. ലാസ്റ്റ് P of x is equal to x² plus x-2. കണ്ടോ? നമ്മുടെ പൊളിനോമിയൽ കിട്ടി. ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കേട്ടോ, പൊളിനോമിയലുണ്ട്, ഫാക്ടർ കണ്ടുപിടിക്കാം. ഫാക്ടർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പൊളിനോമിയലും കണ്ടുപിടിക്കാം. ഇതുപോലെ ക്വസ്റ്റ്യൻ വരും തീർച്ചയായും. ഈ പ്രാവശ്യം നിങ്ങളത് പഠിക്കണം. ഓക്കെ, താങ്ക് യു.